ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ നിങ്ങൾ ഡിമ്പിളുടെയും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച വീഡിയോ ഇടാൻ ഒട്ടും വിചാരിച്ചതല്ല. അപ്പോൾ ശനിയാഴ്ച രാത്രി തന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒക്കെ എഡിറ്റ് ചെയ്ത് ഡിമ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും പറ്റില്ല, പുലർച്ചെ 3:30ക്കാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ അവിടെ കിടന്നു. പക്ഷേ രാവിലെ ഇന്ന് പതിവില്ലാണ്ട് നേരത്തോടെ എണീറ്റു ഞാൻ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ വെച്ച് കിടന്നിട്ടാണോ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എണീക്കുന്ന ആളല്ല കേട്ടോ. നേരത്തോടെ എണീറ്റു. ഞാൻ എണീറ്റപ്പോൾ തൊട്ട് എൻ്റെ ഫോണിൽ ഇങ്ങനെ ചോദ്യങ്ങളാണ്, എന്തായി, എങ്ങനെയായി. കാരണം ബോഡി ചെക്കപ്പിൽ ഒന്നുമില്ല എന്നുള്ളത് എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ എന്താണ് ഏതാണെന്നുള്ള ചോദ്യം. അപ്പോൾ എനിക്കും ഭയങ്കര സംശയം, ഇതെന്താണ് ഇങ്ങനെ ഒരു സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എനിക്ക് ഇന്നലെ ആ ട്രിപ്പ് കയറ്റിയതിൻ്റെ ആ ഒരു ഉറക്കക്ഷീണം കണ്ണിൽ നിൽക്കുന്നുണ്ട്. കാരണം പുലർച്ചെ 3:30 വന്ന് കിടന്നത്. എന്നിട്ട് ഞാൻ പതിവിലും നേരത്തെ നിന്ന് എണീക്കുകയും ചെയ്തു. അപ്പോൾ പിള്ളേർസ് എല്ലാവരും കൂടി കൂടുന്ന ദിവസമാകുമ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും ഒന്ന് കിടക്കാൻ തോന്നില്ല. പ്രത്യേകിച്ച് നാൻസിനുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് മുട്ടക്കറി ഇവിടെ വെക്കുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പം മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ ഇതേ ഞങ്ങളുടെ സമ്മേളനം, ഇന്നലത്തെ ഹോസ്പിറ്റലിൽ പോയ കേസ്, അത് കോമഡി എന്തുണ്ടായെന്ന് വെച്ചാൽ ആൻസൺ ഓൾറെഡി നേരത്തോടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകേണ്ട കാര്യങ്ങൾ ചർച്ചയിലുണ്ടാവുന്ന സമയത്ത് ആൻസൺ പാച്ചുവിനെയും കൊണ്ട് റൂമിൽ പോയി. കുറേ കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഞങ്ങളെ ആരെയും കാണാനില്ല. അപ്പോഴാണ് അന്വേഷിക്കുന്നത് ഇവരെവിടെ പോയി എന്നുള്ള. ഡിമ്പിൾ എവിടെ, എന്താണ് ഏതാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഡിമ്പിൾ മുകളിലേക്ക് കയറിപ്പോയിപ്പോൾ ചാക്കോച്ചൻ തോമു കരഞ്ഞപ്പോൾ അങ്ങനെ മൊത്തം. അപ്പോൾ ആ വിശേഷം പറഞ്ഞ് കളിയാക്കായിരുന്നു കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ്റെ രാവിലെ എന്നെ കണ്ടിട്ടുള്ള ചിരിയും കളിയും ബഹളമൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞു ചാക്കോച്ചനെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ്റെ ചിരി കാണാൻ ഭയങ്കര ഇഷ്ടമാകുന്നത്. പല്ല് 2 വന്നിട്ടുണ്ട്, മുകളിലാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ മാമോദിസ ആകുമ്പോഴേക്കും 2 കുഞ്ഞുപല്ല് വരും. ചായയ്ക്കും വ്യത്യാസം വന്നു തുടങ്ങി, അവൻ്റെ ഫേസൊക്കെ ഒന്ന് നല്ലോണം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ രാവിലെ എല്ലാവരും കൂടി ബ്രെഡും അപ്പവും മുട്ടക്കറിയും കഴിച്ചു. അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ പരിപാടിക്കായിട്ട് നീങ്ങി. കാരണം ഡിമ്പിളിനും ആൻസനും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, ആൻസന് ഷർട്ട് തയ്ക്കാൻ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ എന്താ പറയുക, അയ്യന്തോളും കുറേ സ്ഥലത്തൊക്കെ ചുറ്റിയിട്ടാണ് വന്നത്. വന്ന വഴിക്ക് ഡിമ്പിളിൻ്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ഇനോഗ്രേഷനല്ല, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിമ്പിളും പോയി, ആൻസൺ യാത്രയായി. അപ്പോൾ എനിക്ക് അതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ അവിടെ ചെന്നിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആൻസൺ യാത്ര പറഞ്ഞിറങ്ങാണ്. ഇനിയിപ്പോൾ കുറേ ലീവ് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോവുള്ളൂ, അറിയില്ല എങ്ങനെയാണ് എന്താണെന്നുള്ളത്. മാക്സിമം ഉണ്ടാവാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആൻസൺ യാത്രയായി. അപ്പോൾ ബുള്ളറ്റിമ്മയാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ബാംഗ്ലൂരിൽ നിന്നേ ബുള്ളറ്റിമെന്നാണ് വന്നതെന്ന്. പിന്നെ പറഞ്ഞല്ല, വീട്ടിൽ നിന്നാണ് വന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ടാറ്റ പറയണം കേട്ടോ ചാക്കോച്ചി. അങ്ങനെ ആൻസനും പോയി വീണ്ടും ഉറങ്ങി. അപ്പോൾ അപ്പാപ്പനും ഡിമ്പിളും പാച്ചും കൂടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർ വരുന്നതോടുകൂടി ഇവരോട് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുക. കാരണം എല്ലാ വീടുകളിലേക്കും ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പോയി അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ പരിപാടിയാണെന്ന് പറയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരോട് പോകാൻ വേണ്ടിയിട്ട് അവർ വരുമ്പോഴേക്കും ഡ്രസ്സ് മാറി നിൽക്കാൻ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ എന്താ പറയുക, കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മളങ്ങനെ എനിക്കങ്ങനെ കിടക്കാനുള്ള ഒരു അസുഖങ്ങളോ ക്ഷീണമോ ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇന്നലത്തെ നമ്മളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഡിമ്പിൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പൊതുവേദിയിൽ. അപ്പോൾ ആദ്യമൊക്കെ പിന്നാക്കം വെച്ചു, ഞാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അവർ വീട്ടിൽ വന്ന് ക്ഷണിച്ചപ്പോൾ പിന്നെ ഇനി കഴിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയി എന്താ പറയുക അറ്റൻഡ് ചെയ്തു. അപ്പോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് സന്തോഷമായത്. കാരണം അവൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഓരോ സംഭവങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ വർഷങ്ങളായിട്ട് കുറേ കാണാണ്ട് നിന്ന ഏഷ്യനെറ്റിലെ ഹരി പി നായരുണ്ട്, ഹരിയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വന്ന വഴിക്ക് അത് ഫോണിലേ പറഞ്ഞു ഹരിയേട്ടനെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, കുറേ കാലങ്ങൾക്ക് ശേഷം ഡിമ്പിൾ ഇങ്ങനെ വീണ്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു മുനമ്പത്ത് ഒരു 3-4 പ്രോഗ്രാം പോയിട്ടുണ്ട്.
ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഡിമ്പിൾ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് നോട്ടീസൊക്കെ അടിച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടല്ല. അപ്പോൾ പിന്നെ എന്തായാലും ശരിയെന്ന് പറഞ്ഞു. ശരിക്കും ആ ദിവസം ആൻസൺ വരികയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് പറഞ്ഞു പറ്റില്ല, എന്താ പറയുക. അപ്പോൾ ആൻസൺ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ആഴ്ച അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ ഡിമ്പിൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങോട്ട് ആൻസൺ വരുമ്പോൾ അങ്ങോട്ട് പോകണില്ല കേട്ടോ. പോകാനുള്ള പ്ലാനില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോകാമല്ലോ. അപ്പോഴേക്കും ആൻസന് ലീവൊക്കെ കിട്ടിയെങ്കിൽ പോവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരിപാടികളായിട്ട് നമുക്കിവിടെ ഒതുങ്ങി കൂടാമെന്നാണ് ഇപ്രാവശ്യത്തെ തീരുമാനം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ശരിക്ക് എനിക്ക് തോന്നുന്നു 2:30 അവർ വന്നത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവർ പിക്ക് ആൻഡ് ഡ്രോപ്പായിരുന്നു. അവരെന്നെ പിക്ക് ചെയ്ത് അവർ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇവൻ ഒറ്റയ്ക്ക് നിൽക്കാത്തത് കൊണ്ട് തന്നെ ഡാഡിയും പാച്ചും കൂടിയിട്ട് അമ്മയുടെ കൂടെ പോയി. അപ്പോൾ അവിടെ വലിയ ശല്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അവരിൽ ഒരാളായിട്ട് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യായിരുന്നു അത്രേ. അപ്പോൾ ഇവിടെ തോമുട്ടൻ ചോക്കൂസ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് പ്രിൻസി എന്ന് പറഞ്ഞ മോള് അവർ കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവരാണ് വന്ന് കൊണ്ടാക്കിയത്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ ഇവർ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പരിചയം. അപ്പോൾ പാച്ചു ഫുൾ ടൈം ഇവരുടെ കൂടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവനവിടെ അങ്ങനെ അങ്ങോട്ട് ചേർന്ന് പോയതുകൊണ്ട് ഡിമ്പിളും പറഞ്ഞു എനിക്കും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ പ്രിൻസിയുടെ കൂടെ ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ. പ്രിൻസി ഫോട്ടോസ് എടുത്തതാണ്. അങ്ങനെ ഇവർ തിരിച്ച് വന്നപ്പോഴേക്കും പോകാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, എല്ലാവരും വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ യാത്രയും കാര്യങ്ങളൊക്കെ ഡിവൈൻ വീഡിയോസ് എടുക്കാൻ വഴിയുണ്ട്. ഡിമ്പിളിന്നൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇന്ന് ഡിമ്പിളുടെ വീഡിയോ ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഈ പോകുന്ന സ്ഥലത്ത് ഫോണും കൊണ്ട് പോകാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഡാഡിയുടെ കയ്യിൽ ഫോൺ കൊടുത്താലും പാച്ചുള്ള കാരണം ഡാഡി അങ്ങനെ ശ്രദ്ധിക്കില്ല. ഡാഡി അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ എടുക്കാറില്ല വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ കാണിച്ചത് തന്നെ എനിക്ക് ആ പ്രിൻസി അയച്ചു തന്നിട്ടുള്ള 2 വീഡിയോസ് ഞാൻ ജോയിൻ ചെയ്ത് അതിൽ കൂടെ ഇട്ടു എന്നുള്ളൂ. കാരണം ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ളത് നാളെ മേലക്കായാലൊരു ഓർമ്മയാണ്, ഒരു മെമ്മറിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി മാത്രം അങ്ങനെ ഇവർ യാത്രയായിട്ടോ. അപ്പോൾ ഇവർക്ക് 2 പെങ്ങന്മാരുടെ വീട്ടിൽ, ചേട്ടൻ്റെ വീട്ടിൽ, അനിയൻ്റെ വീട്ടിൽ, അനിയനെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൽ, അങ്ങനെ ശരിക്ക് എല്ലാ ബന്ധുക്കളുടെ വീട്ടിൽ വിളിക്കണമല്ലോ, എൻ്റെ ചേച്ചിമാരുടെ വീട്ടിൽ ഒക്കെ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിയതാണ്. സാധാരണ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിച്ചാണ് ഇറങ്ങാറ്. ഞാനും ഡാഡിയും പിള്ളേർ ഒന്നിച്ചാണ് പോവാറ്. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ യാത്രയ്ക്ക് വെറുതെ യാത്ര ചെയ്ത് അസ്വസ്ഥത വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ യാത്ര ചെയ്ത് എവിടെയെങ്കിലും എത്തുമ്പോഴാവും ചിലപ്പോൾ ഒന്ന് ഷുഗർ ഡൗൺ ആവുക, അല്ലെങ്കിൽ ഒന്ന് ഷുഗർ എന്താ പറയുക ഹൈ ആവുക ഒക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നും ഒരു അസുഖം അങ്ങനെയൊക്കെ ആവും. ദൈവം സഹായിച്ച് ചെക്കപ്പിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നിലയ്ക്ക് എന്തിനാ വെറുതെ അങ്ങനെ ഒരു ഇത് വേണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പോകാൻ നിന്നില്ല. ഒന്ന് സ്റ്റേബിളായിട്ട് യാത്ര ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഇങ്ങനെയുള്ള ഫങ്ഷൻസിനും പിന്നെ ഇങ്ങനെ കുറേ യാത്രകളിലും. കാരണം ഇടയിൽ വെച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്ന് ഷുഗർ ലോ ആവേ അല്ലെങ്കിൽ ഒന്ന് തലചിറ്റേ ഒക്കെ ചെയ്തിട്ട് അത് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടും കുട്ടികൾക്കും വരുത്തരുതല്ലോ. കുഞ്ഞു മക്കളെയും കൊണ്ട് ഇറങ്ങണതല്ലേ. അങ്ങനെ ഞാൻ ഡാഡി എനിക്ക് തുണികളൊക്കെ എടുത്തു കൊണ്ട് തന്നു. ഞാനും കുറച്ച് തുണികൾ, കാരണം കുറച്ച് ഉണ്ടായിരുന്നു തുണികൾ. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഞാൻ മടക്കാനായിട്ട് അവിടെ കൊണ്ടിട്ടു. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഞാൻ ഇന്നും ഇവർക്കുള്ള പരിപാടികൾ നേരത്തോടെ കഴിച്ചു വെച്ചു കേട്ടോ. ഇന്നലെയും ഞാൻ പറഞ്ഞില്ലേ, എന്തോ എനിക്കൊരു ഉൾവിളി പോലെ തോന്നിയിട്ട് ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് വെച്ചു, നേരത്തോടെ ചെയ്ത് വെച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും ഞാൻ പോയി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് മക്കൾക്കൊന്നും കൊടുത്തില്ലല്ലോ, ആ ഒരു ഉള്ളിൽ എപ്പോഴും ആ ഒരു ചിന്തയുണ്ടാവും. ഇതിപ്പോൾ ഇന്നലെയും അത് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇന്നും ഞാൻ ചെയ്ത പണി അതാണ്. പരിയപ്പുറത്തെ കാര്യങ്ങളൊക്കെ നേരത്തോടെ തീർത്തിട്ട് ഞാൻ അകത്തേക്ക് കയറി. കാരണം ഒരു 8:30 കൂടി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ കുട്ടികൾ വരുമ്പോൾ അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങോട്ട് കടന്നു. അപ്പോൾ പോകുമ്പോൾ കുട്ടികൾ ചായ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നേരെ വൈകിയപ്പോൾ ഒക്കെ ഓടിപ്പൊക്കോ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം, ക്ലീൻ ചെയ്യല്ലേ വേണ്ടു, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അലക്കിയതെടുത്തതും അങ്ങനെ ഇവിടെ എന്താ പറയുക ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടതും ഒക്കെ അതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമുള്ള പണികളൊന്നും അല്ലല്ലോ. നമ്മളുടെ വീട്ടിൽ എന്താ പറയുക ഇതെടുത്ത് അവിടെ വയ്ക്കുക, അതെടുത്ത് ഇവിടെ വയ്ക്കുക, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺ എടുത്തിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു. ഉപ്പും മഞ്ഞൾപ്പൊടി, ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി ഇടും ഞാൻ കേട്ടോ. വേവിച്ചെടുത്തിട്ട് കുറച്ച് ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് ഒരു തുണ്ട് ഡാഡി മാത്രം ഇത്തിരി കുരുമുളക് കിട്ടും. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയിൽ വേവിച്ചിട്ട്
അത് ഊറ്റിയെടുത്തിട്ട് ഡാഡി കുരുമുളക് അല്ലെങ്കിൽ ഒറിഗാനോ എന്തെങ്കിലും ഹെർബ്സൊക്കെ ഇട്ടാൽ നല്ലതാണ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇല്ലെങ്കിലും നിർബന്ധമൊന്നുമില്ല. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയ ഇത് തിന്നാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പം അങ്ങനെ ഒരുവിധം എല്ലതും കഴിഞ്ഞു. ഞാൻ കിച്ചനും പരിയപ്പുറം കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇതാണ് അവർ കൊടുത്ത സ്നേഹോപഹാരം. എനിക്കും എന്താ പറയുക, നമ്മളുടെ ഹോം ടൂർ കണ്ടവർക്ക് അറിയാം, എൻ്റെ അലമാരിയിൽ ഫുൾ ഡിമ്പിളിന്. ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പോർട്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഒന്നുമില്ല, ഡിമ്പിളിന് കിട്ടുന്ന അത്രയും ഉണ്ടാവില്ലല്ലോ എന്തായാലും. അപ്പോൾ ഡിമ്പിളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെ ഓരോ മൊമെൻറ്റോസ് ഇഷ്ടം പോലെ. അപ്പോൾ അതിൽ കൂടെ അപ്പോൾ മുനമ്പത്തും ഇരിക്കേണ്ട എനിക്ക് തോന്നുന്നു ഒരു 3-4-5 ഉണ്ട് തോന്നുന്നുണ്ട്. അവിടെ 1-2 കുറച്ച് ഫങ്ഷൻസിന് പോയത്. അപ്പോൾ ഇത് അവർ പൊന്നാട അണിയിച്ചതാട്ടോ. നല്ലൊരു ഷോള്, എന്താ പറയുക, നല്ല ഒരിടയ്ക്ക് ഫാഷൻ ഉണ്ടായിരുന്നു, പ്ലെയിനും ഇട്ടിട്ട് ഇങ്ങനെ ഷോള് ഇടാന്നുള്ളത്. അപ്പോൾ ഞാനിതങ്ങനെ തന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പം അങ്ങനെ ഒരു ട്രിപ്പ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ട്രിപ്പ് ഉണങ്ങിയത് എടുത്തുകൊണ്ട് വന്നപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഡാഡി എനിക്ക് എടുത്തുകൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഡ്രസ്സായിരുന്നു, ചാക്കോച്ചൻ്റെയും തോമൂട്ടൻ്റെയും പാച്ചുവിൻ്റെയും ഡ്രസ്സുകളായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിത് തിരിച്ചറിയില്ല ഏത് ആരുടെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിതെല്ലതും മടക്കി വെച്ചു. കുട്ടികളോട് പറഞ്ഞു ആരുടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തരംതിരിച്ചെടുത്തോളാം. പക്ഷേ എനിക്ക് ചാക്കോച്ചൻ്റെ മനസ്സിലായി, കാരണം ലീലാമ്മ വന്നപ്പോൾ ഇപ്പോൾ ഈ യൂണിഫോം, ഞാൻ ഇവരെ യൂണിഫോം എന്ന് പറയാം, അതാണ് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് നമ്മളുടെ അയേൺ ചെയ്ത് കൊണ്ടുവന്ന ടോപ്പുകൾ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ടോപ്പുകൾ ഇത് അയേൺ ചെയ്ത് ഞാൻ ഈ ബാഗിൽ കൊടുത്തയച്ചിട്ട് ഈ ബാഗിൽ തന്നെ അവർ അയേൺ ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തയക്കുക ചെയ്യട്ടെ. അപ്പോൾ അവിടെ നിന്ന് വിളിക്കും, ഇതാ കഴിഞ്ഞിട്ട് ചേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോയിട്ട് ഡാഡി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് ഒതുക്കണ്ട, കാരണം ഞാൻ ബോട്ടം അയേൺ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഗോതമ്പ് ദോശ ഉണ്ടാക്കാം, കുട്ടികൾ വരാൻ ലേറ്റാവും. അപ്പോൾ എന്തായാലും ഞാനും ഡാഡിയും കഴിക്കാം. അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയത് ഇരിക്കൻ്റെ പരിപ്പ് മുരിങ്ങക്കായ ഉണ്ട്, അത് എടുക്കേണ്ടി വന്നില്ല കേട്ടോ. എന്നാലും അതും കൂടി എടുത്ത് ഞാൻ ചൂടാക്കി വെച്ചു. അപ്പോൾ ദോശ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ ഞാൻ മുട്ടയും എനിക്കും ഡാഡിക്കും മുട്ട കഴിക്കണം, എനിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, ഒരു മുട്ടയും കുറച്ച് ഗോതമ്പ് പൊടി ഉപ്പും കൂടി ഇട്ട് മിക്സിയിലൊന്ന് അടിച്ച് അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ അടി പിടിക്കൂല, നല്ല ഫ്ലേവറുമാണ്. അങ്ങനെ ദോശയും ചമ്മന്തിയും കൂട്ടി ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അതാ ഇവർ വന്നു. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കൽ കുറവാണ്, അവർ പാർസൽ വാങ്ങിക്കൊണ്ടുവരിക ചെയ്യുന്നത്. ഇത് നമ്മുടെ ആൻസൺ കൊണ്ടുവന്ന സ്വീറ്റ്സാണ് കേട്ടോ. ഇവരിന്ന് വാങ്ങിയത് ഷെസ്വാൻ ചിക്കനോ ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തോ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു സ്പൂൺ ട്രൈ ചെയ്തു കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ കഴിച്ചില്ല. കേക്കിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ എടുത്ത് വായിലിട്ടു, കാരണം എന്തെങ്കിലും ഒന്ന് തിന്നാം എന്നുള്ള രീതിയിൽ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഷുഗർ കൂടുതലാണോ കുറവാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കിടക്കണ നേരത്ത് നമുക്ക് നോക്കിയാൽ മതി എങ്ങനെയുണ്ട് എന്നുള്ളത്, കാരണം കുറവാണെങ്കിൽ നമ്മളതനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം, കൂടുതലാണെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട. ഗുളിക 2 ദിവസത്തേക്ക് ഷുഗറിൻ്റെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയും വൈകുന്നേരം കഴിച്ചിട്ടില്ല, ഇനി നാളെ രാവിലെയും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ചെന്നതിന് ശേഷം ഡോക്ടർ നോക്കി പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എന്താ പറയുക, പരിപാടികളൊക്കെ കഴിഞ്ഞു. കുട്ടികളെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ. എന്നെ സംബന്ധിച്ച് വന്ന് വീഡിയോ എടുക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും അവരെന്നെ ചെയ്തു. പക്ഷേ സെറ്റിയുടെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ 2 ആളും അതിൻ്റെ മുകളിൽ നിന്ന് ചാടലും മറയലൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അത് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് ഇത് ഇന്നലെ ഞാൻ 2 പേരുടെ മാമോദിസയുടെ ഒരാളുടെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരാളുടെ എഴുതിയിട്ട് നമുക്ക് ഊണ് കഴിഞ്ഞിട്ടാവും അടുത്തത് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് 2ാമത്തെ ആളുടെ ചാക്കോച്ചൻ്റെ മാമോദിസയുടെ സംഭവവും കാര്യങ്ങളൊക്കെ എഴുതി. അങ്ങനെ ഇന്നും ഷുഗർ എടുത്തപ്പോൾ 221. എന്തായാലും കുറവല്ലല്ലോ, കൂടിയാലും എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നലെ ഒരു ഡോക്ടർ പറഞ്ഞു കുറയാണ്ട് ശ്രദ്ധിക്കണം, കൂടിയാൽ പ്രശ്നമില്ല, കുറഞ്ഞാലാണ് പ്രശ്നം. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യപ്പനോട് പറഞ്ഞു 2 നേരം ധൈര്യമായിട്ട് ഗുളിക കഴിക്കണ്ടെങ്കിൽ ഒരു ഇതും വേണ്ട, കഴിച്ചോ നിങ്ങൾ ഭക്ഷണം. ഷുഗർ എന്ന് പറഞ്ഞിട്ട് നീക്കി വരുമ്പോഴാണ് ഈ ലോ ഷുഗർ വരണേന്ന് പറഞ്ഞു. ചിലപ്പോൾ അതായിരിക്കാം, ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോന്ന് കഴിക്കണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബുക്കും വെന്തിങ്ങയും നേർച്ചയും ഇന്ന് ഡിമ്പിൾ പോയി കൊടുത്തെന്ന് ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. എനിക്ക് ആരാണ് എന്താണെന്ന് ഞാൻ കുട്ടിയോട് ചോദിച്ചില്ല, അവൾ ഉറങ്ങിയതിന് ശേഷം അപ്പം ഞാനിത് എടുക്കണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് നല്ല എന്താ പറയുക അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പ്രയർ ബുക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അല്ല, ഒരു പ്രാർത്ഥനാ ബുക്കല്ല,
നല്ലൊരു ബുക്ക്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതിങ്ങനെ അങ്ങോട്ട് അവസാനിച്ചു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നാളെ ഞാൻ ഡോക്ടറെ അടുത്ത് പോവും. വിശേഷങ്ങൾ മറ്റന്നാൾ പറയാം കേട്ടോ.